ஓகேயா? ஆமாம், நொச்சப்போ நான் தூக்கிட்டு போயிடுவேன். நொச்சப்பா விஷயத்தில் உங்கள் சாவாச்சமே வேணான்னு காலையில் போகிறது சாயந்தரம் தான் வருவேன். கொஞ்சம் இதாகட்டும் பாரு. அதுக்கப்புறம் அப்ளிக்கு இந்த அது நீ எப்படி அம்மா கிட்ட இருந்தியா, அம்மாவை விடாமல் இருந்தியா, அதே போல தான் அந்த பிள்ளையே இருக்கு. அதே தான் நீனும் அப்படி தான் இருப்ப, மகிட்டே தான் இருப்ப. காயப்படத்தை நானா நேரத்தை ஒன்றை சொல்லல, காயப்படத்தை பிள்ளை வரும்னு அப்பட்டப்பில் அப்படி தான் இருக்கும். காலையில் தூங்கலைன்னா அப்போ பிரச்சனை அப்போ தூக்கம் வராமல் இருக்கும். வேண்டாம் வேண்டாம் அது வேண்டாம் வேண்டாம். இது செம்மீன் இல்லை, வேணாம் உனக்கு மாத்திரம் வச்சுக்க, எனக்கு வேண்டாம். ഓ ചെമ്മീനായോണ്ട് ஆமாம் തൈര് ഇടக்கூடாது. ഓരോന്നും ഇങ്ങനെ மீனுக்கும் தயிருக்கும் சரியாகாது. நீ ஏது ஹோட்டலில் பிரியாணி வச்சு சேர்த்தாலும் கஸ்டமர் வைக்க மாட்டாங்க. இது மீன் பிரியாணிக்கு அது பயங்கர இதாகும் பேஷன். இது எங்களுக்கு கிழிஞ்சது தெரியுதோ மேடம்? இல்லை இல்லை இது சந்தனத்திரி வச்சாலும் மனம் ரூம் ஃபுல்லாக மணக்கு. ചെമ്മീൻ മണം പറഞ്ഞാൽ നല്ല തന്നെ അല്ലേ?
പള്ളിക്ക് എപ്പോഴാ പോണേ? ചെമ്മീൻ, കറുവാപ്പട്ട, ബേ ലീഫ്, ഏലക്ക, പിന്നെ ഇമാതിരി ഐറ്റങ്ങളൊക്കെ ബിരിയാണിക്ക് ഇടേണ്ട എല്ലാ ഐറ്റങ്ങളും ഇടുക. ഓക്കെ. ഉള്ളി, തക്കാളി. ഫസ്റ്റ് ഇനി ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ. ഓക്കെ. ഇനി അടുത്ത അരി. ഉള്ളി വാടുന്ന സമയത്ത് അരി നമ്മൾ വെള്ളത്തിലിട്ടക്കണം. ഓക്കെ. നമ്മുടെ കണക്ക് ഈ ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിൽ 4 എണ്ണം ഉണ്ടോ. ഏത് അരി യൂസ് ചെയ്യാം. പ്രവാസികൾക്ക് ഇന്ന അരിയൊന്നുമില്ല ബിരിയാണിക്ക്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ അരിയാണ്. ഓക്കെ. 4 ഗ്ലാസ്. ഞങ്ങൾക്കൊരു 8 പേർക്ക് കഴിക്കാം. 8 പേർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ നേരത്തെ. ഉള്ളി ഇവിടെ കിടന്ന് വാടിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ. ചെമ്മീൻ ഇവിടെ ഉണ്ട്, നെയ്യ് ഇവിടെ ഉണ്ട്, തൈര് ഇവിടെ ഉണ്ട്, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ട്. പാത്രം ഇവിടെ സെറ്റാണ്. ഉള്ളി വറുത്തു, ചട്ടി ചൂടാക്കാൻ വെച്ച് ഇനി അയക്കുക. ഉള്ളി വറുത്ത എണ്ണ കുറച്ച് വയ്ക്കുക. ആ എണ്ണ തന്നെ കേട്ടോ, കുറച്ച് ഫ്ലേവറിന് കുറച്ചതി. ഓക്കെ. കുറച്ച് നെയ്യ്, ഘീ, നെക്സ്റ്റ് നമ്മുടെ ബേ ലീഫ്, കറുവപ്പട്ട, ഏലക്കടം ഒന്ന് പൊട്ടിച്ചിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പ്രവാസികളുടെ പരിപാടി കേട്ടോ. ഈ സാധനത്തിന് എന്താ പേരെന്ന് പറയാൻ വെച്ചാൽ കമൻറ്റ് ചെയ്തോളി. ഈ സാധനം ഒരു നാളിനോട്. ഓക്കെ. പരിപാടി കഴിഞ്ഞു. ഇത് റൈസിലിടാൻ വേണ്ടി മാറ്റിയേക്കുക. ഓക്കെ. അടുത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച് കേട്ടോ. ദിവസം അടുത്ത് അടുത്തത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി സെറ്റായി കഴിഞ്ഞാൽ വരട്ടി കഴിഞ്ഞാൽ അടുത്ത് തക്കാളി, 2 തക്കാളി ഇട്ടോ. 2 എണ്ണമാണ്. ഓക്കെ. രണ്ട് തക്കാളി നന്നായിട്ട് ഇളക്കുക. തക്കാളി വേഗം ഒന്ന് സെറ്റാണെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ്, ഒരു കണക്കിന്, പിന്നെ അളവും കണക്കൊന്നുമില്ല, ഭയങ്കര ഇത് അവനവന് വേണ്ട ഉപ്പ്. ഓക്കെ. ഇനി പെട്ടെന്ന് ആയിക്കോളും തക്കാളിയൊക്കെ. ഓക്കെ. തക്കാളി ആയിട്ട് വരുന്നുണ്ട്. ഇനി അടുത്ത് എന്താ വെച്ചിട്ട് മസാലകൾ. മഞ്ഞൾപ്പൊടി ലേശം, മുളക് പൊടി ഒരു ലേശം. ഓക്കെ. ഗരം മസാല, ഗരം മസാല, കറുപ്പുള്ളൂ. ഓക്കെ. മസാല ഇട്ട് സെറ്റ്. ഇനി നമ്മൾ കുറച്ച് വറുത്ത് വെച്ചാർന്ന ഉള്ളി ഇതിലിടണം. ഓക്കെ.
കുറച്ചവിടെ വെക്കാം, ഡെക്കറേഷൻ ചെയ്യാം. ഓക്കെ, കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട്, ചൂടുള്ള കേട്ടോ, 1/2 ഗ്ലാസ്. ഓക്കെ, ഈ സമയത്ത് എരിവ്, പുളി, ഉപ്പ് ഒക്കെ നോക്കിക്കൊള്ളു. മസാല സെറ്റ്. ഓക്കെ, ഇനി അരിക്ക് വെള്ളം വെക്കാം. ഓക്കെ, ഓക്കെ, കമ്മി ഉണ്ടെങ്കിൽ പിന്നെ വയ്ക്കണം. ആദ്യം കുറച്ച് നമ്മൾ ഉള്ളി വാട്ടി കുറച്ച് എണ്ണ, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാം. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് നെയ്യ്, ഒരു സ്പൂൺ നെയ്യ്. ഓക്കെ, സ്പൈസസ്. ഓക്കെ, നല്ല ബാക്കിയുള്ളതൊക്കെ ഇട്ട് ഇനി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഉപ്പ് കേട്ടോ, ഉപ്പ് മറന്നു. ഉപ്പ് മതി, പാത്രമുള്ള പൊടി. നെക്സ്റ്റ് മസാലയിൽ നമുക്ക് ചെമ്മീട്ടൊക്കെ ചെമ്മിട്ട് ഇളക്കി സൂപ്പറാക്കി. ചെമ്മീൻ വലിയ വേവൊന്നുമില്ല, ചെമ്മീനൊക്കെ ദമ്മിടുമ്പോൾ തന്നെ വെന്തോളും. ഓക്കെ, ഇതിവിടെ ഉപ്പൊക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ചൊക്കെ തിളച്ച് കഴിഞ്ഞാൽ അരിയിടുക. ഓക്കെ, സോസ് ഉണ്ട്, ഒന്നും നോക്കാമില്ല. ചെമ്മീൻ വേവേണ്ട ആവശ്യമൊന്നുമില്ല. ചെമ്മീൻ ഇങ്ങനെ വെക്കുക, ചേരം അതിൻ്റെ അടപ്പെടുക്കുക, അടച്ചൊക്കെ ലോ ഫ്ലെയിം അല്ലേ, കുറച്ച് ലോ ഫ്ലെയിമിൽ വെക്കുക. ഓക്കെ, അത് ഫുള്ള് അരി വേഗം തിളക്കട്ടെ. ഓക്കെ, പരിപാടി കഴിഞ്ഞ് ദമ്മിടുക. അടുത്ത് കുറച്ച് കുരുമുളക് ഇടണം കേട്ടോ, മറന്ന് കുറച്ച് കുരുമുളക്, നല്ല സാറ് ഉണ്ടായിക്കോട്ടെ. ഓക്കെ, ചെമ്മീൻ ബിരിയാണി. വെള്ളം ചൂടായി. ഓക്കെ, ഇനി അരി ഇടും. അരി ഇട്ടു. അരി ഇടുമ്പോൾ എപ്പോഴും വെള്ളം ഉണ്ടാവും. വെള്ളം അരി മൂടി കിടക്കുന്ന ലെവലിക്ക് വെള്ളം വേണം കേട്ടോ. ഒരു ഇത്ര ഈ ഒരളവിന് വെള്ളം അരിയുടെ മീതെ വേണം കേട്ടോ. അത് മതി, വേറെ കണക്കൊന്നുമില്ല. ഓക്കെ, അരിയുടെ വെള്ളം ഊറ്റി. ഓക്കെ, ഇതും സെറ്റായി. ഓക്കെ, ഇനി മല്ലിച്ചിപ്പ്, പുതിന ഇതിൻ്റെ മീതെ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ദമ്മാണ്, ദമ്മ് പരിപാടിയാണ്. ഓക്കെ, നെക്സ്റ്റ് ദമ്മ്. ഓക്കെ, സെറ്റ് ഉണ്ടോ, ഈ ദമ്മിടുക. ഓക്കെ, ദമ്മിട്ടു. നമ്മൾ ഉള്ളി മാറ്റി വെച്ചത് ഇതിൻ്റെ മീതെ കൂടെ
സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, പരിപാടി ഇനി വേണമെങ്കിൽ കുറച്ച് നെയ്യ് അതിൻ്റെ മീതെ കൂടെ വിതറുക. പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി ഒരു 20 മിനിറ്റ് ദമ്മിട്ട് ഒരു മീഡിയം ചൂടിൽ. ഓക്കെ, പരിപാടി കഴിഞ്ഞ് എടുക്കുക, കഴിക്കുക. ഓക്കെ, ക്ലാസ്.